എന്തായാലും ഇങ്ങനെയുള്ളൊരു സംഭവം വന്നത് അവിടെ നിന്ന് കലങ്ങി തെളിയാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ആ കലക്കം മാറട്ടെ, ഈ കലക്കം തെളിയും. കലങ്ങാതെ തെളിയാൻ ഒക്കൂലല്ലോ. നല്ല മനുഷ്യൻ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാനിപ്പോൾ 1.5 കിലോയുടെ കണക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതൊക്കെ തിരുവാഭരണം കമ്മീഷനല്ലേ അതൊക്കെ നോക്കേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കിലോ കണക്കിന് തൂക്കി നടക്കില്ലല്ലോ. ആ ചോദ്യങ്ങൾക്കെല്ലാം കിലോയോ അല്ലെ ഗ്രാമോ ഒന്നും ഉത്തരം പറയാൻ ഞാനില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീ എ പത്മകുമാർ, അങ്ങ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തിൽ ഏത് വർഷത്തിലാണ് ഈ സ്വർണത്തിന്റെ കണക്കെടുപ്പ് നടന്നത്? 2019 സെപ്റ്റംബറോട് കൂടിയിട്ടാണ് കണക്ക് കൊടുത്തതെന്നാണ് എന്റെ ഓർമ്മ. സ്വർണ്ണപ്പാളികളുടെ അടക്കം കണക്ക് രേഖപ്പെടുത്തിയിരുന്നോ? സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ എത്ര കിലോയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മൊത്തത്തിൽ കുറച്ച് ഓവറല്ലേ? 42 കിലോയാണ് ഈ പറയുന്ന കോടതിയിൽ ആ സമയത്ത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി സ്വർണം തന്നെയാണോ? അല്ല, സ്വർണം തന്നെയാണോ? എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? സ്വർണ്ണപ്പാളി തന്നെയാണോ? അത് ദേവസ്വം ബോർഡാണ് പറയേണ്ടത്. അത് ദേവസ്വം ബോർഡാണ്. അല്ല, നിങ്ങളിപ്പോ എന്തൊക്കെ പറഞ്ഞു? സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞു. സ്വർണ്ണപ്പാളി തന്നെയാണോ? നിങ്ങൾ എത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ശ്രീ എ പത്മകുമാർ, നാട്ടിലുള്ള എല്ലാവരും അവിടെ നിങ്ങൾ സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞു 42 കിലോ സ്വർണ്ണമാണോ? അല്ല, നിങ്ങൾ പറയുന്നത് 42 കിലോ സ്വർണ്ണമാണോ? നിങ്ങളുടെ ഈ ഉത്തരവാദിത്തക്കുറവാണ് രാഷ്ട്രപതിയുള്ള എന്നെപ്പോലുള്ള പൗരന്മാരുടെ ആവശ്യം. നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ 42 കിലോ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് 42 കിലോയാണോ? ശരി, അങ്ങ് പറയൂ, അവിടെ എന്താണ് ഉണ്ടായിരുന്നത്? എന്റെ അറിവില് പിന്നെ ചെമ്പ് പാളിയാണ്. മക്കളെ, നിന്റെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാ, ഫ്രെയിം ചെയ്ത് വീട്ടിൽ കെട്ടിത്തൂക്കാനാ. അതിൽ സ്വർണം പൂശിയിട്ടില്ല. സ്വർണം പൂശിയത് എന്റെ കാലത്ത് പൂശിയത് 49 പവനാണ്. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. പ്രതി ചേർക്കപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നു. പത്മകുമാർ പിടിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ജീവിതം തന്നെ ഒരു വേഷം കെട്ടലല്ലേ ചേട്ടാ?